കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ ഫേമസായ കൊച്ചിയിലെ അതിപുരാതനമായ മസ്ജിദാണ്, പള്ളിയാണ് ചെമ്പിട്ടപള്ളി കൊച്ചങ്ങാടി. ഏതാണ്ട് 700 വർഷത്തിലധികം പഴക്കമുള്ള ഈ പുരാതനമായ മസ്ജിദ്, ഒരുപാട് മഹത്തുക്കൾ ഈ പള്ളിയുടെ ചുറ്റും അന്തിയുറങ്ങുന്നു. മഹാനായ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി മഹാനവർകൾ റളിയല്ലാഹു അൻഹു, മഹാൻ ഈ പള്ളിയുടെ ചാരത്ത് അന്തിയുറങ്ങുന്നു. മഹാനവർകളാണ് ഈ പള്ളിയുടെ സ്ഥാപകൻ. അതിനുശേഷം കണ്ണൂർ സിറ്റി മക്കാമിൽ അന്തിയുറങ്ങുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് പള്ളി പുനർനിർമ്മാണം നടത്തിയത്. കൊച്ചിയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് ഈ ചെമ്പിട്ട പള്ളി. നാനാജാതി മതസ്ഥർ ഈ പള്ളി കാണുവാനും ഈ പള്ളിയുടെ മഹത്വങ്ങൾ അറിയുവാനും ഈ പള്ളിയെക്കുറിച്ച് പഠിക്കുവാനും നാനാദിക്കിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ച എല്ലാ ദിവസവും കാണാറുണ്ട്. ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പള്ളിയുടെ മുകൾ ഭാഗം ചെമ്പ് ഷീറ്റാണ് പാകിയിരിക്കുന്നത്. പള്ളിയുടെ ഉൾഭാഗം ഭൂരിഭാഗവും അധികവും മരം, തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കാലാവസ്ഥയെയും അതിജയിക്കുന്ന രീതിയിൽ നല്ല ശക്തിയായ ചൂടുള്ള സമയത്തും പള്ളിയുടെ അകത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. ഏത് സമയവും നല്ല അന്തരീക്ഷം. അത്രയും നല്ല ഭംഗിയോടുകൂടിയാണ് പള്ളിയുടെ നിർമ്മാണം. ഈ പള്ളി, അതിൻ്റെ കൈക്കാർ, ഇപ്പോൾ പള്ളി പരിപാലിക്കുന്ന പ്രധാന കൈക്കാർ റഫീഖ് നൈന സാഹിബ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. അതേപോലെ തന്നെ സൈനുദ്ദീൻ സാഹിബ് പള്ളിയുടെ അടുത്ത് തന്നെ താമസിക്കുന്നു. ഈ രണ്ട് കൈക്കാരുടെയും മേൽനോട്ടത്തിലാണ്, അതുപോലെ തന്നെ കമ്മിറ്റിക്കാരുമുണ്ട്, അവരുടെ മേൽനോട്ടത്തിലാണ് പള്ളിയുടെ എല്ലാ പരിപാലനവും നടക്കുന്നത്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാ നല്ലവർക്കും 1000 ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നതോടൊപ്പം പെരുന്നാൾ സന്ദേശത്തിൻ്റെ ഭാഗമായി പ്രത്യേകം എല്ലാ മതവിഭാഗം ജനങ്ങളോടും പറയുവാനുള്ളത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് പറയുവാനുള്ളത്, മുസ്ലിംകൾ അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഒരു സുവിശേഷം, ഒരു ആപ്തവാക്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഈ രാജ്യത്തെ എന്നല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർ തമ്മിലും, അവൻ ഏത് മതമാവട്ടെ, മുസ്ലിമാവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും പരസ്പര സ്നേഹവും പരസ്പരം കാരുണ്യവും പ്രത്യേകം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. കരുണ ചെയ്യുന്നവർക്ക് കരുണാവാരിധിയായ രക്ഷിതാവ് കരുണ ചെയ്യും. അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാമങ്ങളാണ് റഹ്മാൻ, റഹീം. ഒരു മുസ്ലിം ദിവസവും പ്രാർത്ഥിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ ഡെയിലി 17 പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമായ സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് നമുക്കറിയാം. ആ 2 നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് 5 നേരവും എല്ലാ മുസ്ലിംകളും നിസ്കരിക്കുന്നത്. കാരുണ്യത്തിന് ഇസ്ലാം മതം വളരെ പ്രാധാന്യം നൽകിയ മതമാണ്. അത് മുസ്ലിംകൾ തമ്മിലല്ല,
എല്ലാവരും തമ്മിൽ ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എന്നാണ് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിംകളെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത്. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്കെല്ലാം നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ രക്ഷിതാവ് അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. അപ്പോൾ കാരുണ്യത്തിന് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത് വലിയ മഹത്വവും പ്രാധാന്യവുമാണ്. മുസ്ലിംകൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പരസ്പരം കാണുന്നത്. അള്ളാഹുവിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന സമാധാന വാക്യമാണ് ഇന്നല്ലാഹ ഹുവസ്സലാം വദീനുഹു ഹുവ റിസാലത്തുസ്സലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വറസൂലുഹു യഹ്ദി ഇലാ സുബുലിസ്സലാം വഅഹ്ലുൽ ഇസ്ലാമി യതബാദലൂന ഫീമാ ബൈനഹും ബിതഹിയ്യത്തിസ്സലാം. എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും, പ്രത്യേകിച്ച് മുസ്ലിംകൾ. ഈ രാജ്യത്ത്, ഈ ലോകത്ത് മനസ്സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാ മതവിഭാഗം ജനങ്ങളും ജീവിക്കുമ്പോഴാണ് ഈ രാജ്യത്തെ, ഈ ലോകത്തെ മതമൈത്രിയും മതസൗഹാർദ്ദവും എന്നെന്നും നിലനിൽക്കുകയുള്ളൂ. ഈ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ സുദിനത്തിൽ എല്ലാ മതവിഭാഗം ജനങ്ങളോടും പറയുവാനുള്ളത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നാം എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള രക്തത്തിൻ്റെ നിറം എല്ലാവരുടെയും ഒന്നു തന്നെയാണ്. എല്ലാവർക്കും വേദനിക്കുന്നത് ഒരുപോലെയാണ്, എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്നത് ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാ സന്തോഷവും എല്ലാ ദുഃഖവും ഉണ്ടാകുന്നത് ഒരുപോലെയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഐക്യത്തോടെ, എല്ലാവരും സ്നേഹത്തോടെ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്ന് വർഗീയതയും അതുപോലെ തന്നെ വൈരാഗ്യവും അതുപോലെ മറ്റുള്ളവനോടുള്ള വെറുപ്പും വൈരാഗ്യവും എല്ലാം നീങ്ങുകയുള്ളൂ. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ഐക്യത്തോടെ ജീവിക്കുക. എന്നാൽ നമുക്ക് അതിൻ്റെതായ ഫലം നമുക്ക് ഈ നാട്ടിലുണ്ടാവും, നമ്മുടെ രാജ്യത്തുണ്ടാവും, ഈ ലോകത്തുണ്ടാവും. ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും 1000 ഈദ് മുബാറക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.